നമസ്കാരം. സൗത്ത് വിഷൻ മധ്യാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. മഴക്കാല മുന്നൊരുക്കം. ആലപ്പുഴ ജില്ലയിൽ എല്ലാ താലൂക്കുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ അടിയന്തരമായി സജ്ജമാക്കാൻ മന്ത്രിയുടെ നിർദ്ദേശം. മഴക്കാല പൂർവ്വ ശുചീകരണം ഉടൻ പൂർത്തീകരിക്കണമെന്നും മന്ത്രി എം ലിജു. സംരക്ഷണമില്ലാതെ തണ്ണീർത്തടം നശിക്കുന്നു. പെരിനാട് നെല്ലിപ്പണയിൽ കുളമാണ് മാലിന്യം നിറഞ്ഞ് രോഗഭീഷണി ഉയർത്തുന്നത്. പഞ്ചായത്ത് നിർമ്മിച്ച സംരക്ഷണ വേലി പൂർണ്ണമായും തകർന്നു. ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. കാർ പൂർണ്ണമായും കത്തി നശിച്ചു. കുണ്ടറയിലായിരുന്നു അപകടം. വിശദമായ വാർത്തകളിലേക്ക്. മഴക്കാല മുന്നൊരുക്കം. ആലപ്പുഴ ജില്ലയിൽ എല്ലാ താലൂക്കുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ അടിയന്തരമായി സജ്ജമാക്കാൻ മന്ത്രി എം ലിജു നിർദ്ദേശം നൽകി. മഴക്കാല മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ടുള്ള ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധികളിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണം. തോടുകളിലെ മഴക്കാല പൂർവ്വ ശുചീകരണം ഉടൻ പൂർത്തീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി ആലപ്പുഴ ജില്ലയിലെ എല്ലാ താലൂക്കുകളിലും ആവശ്യമായത്ര ദുരിതാശ്വാസ ക്യാമ്പുകൾ അടിയന്തരമായി സജ്ജമാക്കാനാണ് മന്ത്രി എം ലിജു കർശന നിർദ്ദേശം നൽകിയത്. മഴക്കാല മുന്നൊരുക്കവുമായി ബന്ധപ്പെട്ട മന്ത്രിയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും ഉൾപ്പെടുത്തി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുകയായിരുന്നു മന്ത്രി. ക്യാമ്പുകളിൽ അവശ്യ സാധനങ്ങൾ ഉറപ്പുവരുത്തണം. ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ പരിധികളിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചുമാറ്റിയെന്ന് ഉറപ്പുവരുത്താൻ ജോയിന്റ് ഡയറക്ടർ LSGDയെ ചുമതലപ്പെടുത്തി. വെള്ളക്കെട്ടുകൾ ഒഴിവാക്കാനായി ഓടകൾ, തോടുകൾ, കനാലുകൾ എന്നിവ അടിയന്തിരമായി വൃത്തിയാക്കണം. ഇതിനാവശ്യമായ നടപടി തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ സ്വീകരിക്കണം. ജില്ലാ, താലൂക്ക്, പഞ്ചായത്ത് തല കൺട്രോൾ റൂമുകളും വകുപ്പ് തല കൺട്രോൾ റൂമുകളും ഉടൻ പ്രവർത്തനക്ഷമമാക്കണം. മൈനർ ഇറിഗേഷൻ വകുപ്പ് ജലനിരപ്പ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയും ആവശ്യമായ ഓരുമുട്ടുകൾ തുറന്നുകൊടുക്കുകയും വേണം. നീരൊഴുക്ക് സുഗമമാക്കുന്നതിന് തോടുകളിലെ മഴക്കാലപൂർവ്വ ശുചീകരണം ഉടൻ പൂർത്തിയാക്കണം. തണ്ണീർമുക്കം ബണ്ടിന്റെ എല്ലാ ഷട്ടറുകളും തുറന്നതായും ജില്ലയിലെ 617 ഓരുമുട്ടുകളിൽ 521 എണ്ണവും തുറന്നതായും മൈനർ ഇറിഗേഷൻ വകുപ്പ് അറിയിച്ചു. അപകടകരമായ നിലയിൽ നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റുന്നതിന് അപേക്ഷ നൽകിയിട്ടും ദുരന്ത നിവാരണ നിയമപ്രകാരം നടപടി സ്വീകരിക്കുന്നില്ലെന്ന് കുട്ടനാട് MLA റിജി ചെറിയാൻ യോഗത്തിൽ ചൂണ്ടിക്കാട്ടി. പി പ്രസാദ് MLA, AD തോമസ് MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് A മഹേന്ദ്രൻ എന്നിവർ യോഗത്തിൽ നേരിട്ട് പങ്കെടുത്തു. MS അരുൺകുമാർ MLA ഓൺലൈനായി യോഗത്തിൽ പങ്കെടുത്തു. ജില്ലാ കളക്ടർ ഷാജി വി നായരുടെ സാന്നിധ്യത്തിലായിരുന്നു യോഗം. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. കാർ പൂർണ്ണമായും കത്തിനശിച്ചു. കുണ്ടറയിലായിരുന്നു അപകടം. കുഴിമതിക്കാട് നിന്നും അമ്പിപ്പൊയ്കയിലേക്ക് പോവുകയായിരുന്ന കാറിനാണ് തീപിടിച്ചത്. കുഴിമതിക്കാട്ടിൽ നിന്നും അമ്പിപ്പൊയ്കയിലേക്ക് പോവുകയായിരുന്ന വഴിയിലാണ് കാറിന് തീപിടിച്ചത്. ഭരണിക്കാവ് സ്വദേശി മനുവിന്റെ കാറാണ് തീപിടിച്ച് നശിച്ചത്. കാറിൽ 2 പേരാണ് ഉണ്ടായിരുന്നത്. കാറിനുള്ളിൽ നിന്നും പുക വരുന്നത് കണ്ട് മനു കാർ നിർത്തി. 2 പേരും ഉടൻ തന്നെ കാറിൽ നിന്നും പുറത്തിറങ്ങി. സമീപ പ്രദേശത്തുള്ളവരാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിനായി എത്തിയത്. പിന്നീട് കുണ്ടറയിൽ നിന്നും 1 യൂണിറ്റ് അഗ്നിരക്ഷാസേന എത്തിയാണ് തീ പൂർണ്ണമായും കെടുത്തിയത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. സംരക്ഷണമില്ലാതെ തണ്ണീർത്തടം നശിക്കുന്നു. പെരിനാട് ഗ്രാമപഞ്ചായത്തിലെ നെല്ലിപ്പണയിൽ കുളമാണ് മാലിന്യം നിറഞ്ഞ് രോഗഭീഷണി ഉയർത്തുന്നത്. മുൻകാലങ്ങളിൽ പെരിനാട് ഏലായിൽ കൃഷി ആവശ്യങ്ങൾക്കായി ജലം എടുത്തിരുന്നത് നെല്ലിപ്പണയിൽ കുളത്തിൽ നിന്നുമായിരുന്നു. പെരിനാട് ഗ്രാമപഞ്ചായത്ത് സംരക്ഷണ വേലി നിർമ്മിച്ചിരുന്നെങ്കിലും അത് പൂർണ്ണമായും ഇല്ലാതായി. പെരിനാട് ഗ്രാമപഞ്ചായത്തിലെ 17ാം വാർഡിലെ നെല്ലിപ്പണയിൽ കുളമാണ് പായൽ നിറഞ്ഞ മാലിന്യം നിറഞ്ഞ പ്രദേശവാസികൾക്ക് ഭീഷണിയാകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് പെരിനാട് ഏലായിൽ കൃഷി ആവശ്യങ്ങൾക്കായി ജലം ഉപയോഗിച്ചിരുന്നത് ഈ കുളത്തിൽ നിന്നുമാണ്. ഏല സംരക്ഷണ സമിതിയും കൃഷിവകുപ്പും ചേർന്ന് സമീപത്ത് പമ്പ് സ്ഥാപിച്ചിരുന്നു. കുളത്തിലെ ജലം പമ്പ് വഴി സമീപത്തെ തോട്ടിലേക്ക് ഒഴുകുകയും അവിടെ നിന്നും ഏലാകളിലേക്ക് ജലം എത്തിക്കുകയുമാണ് ചെയ്തിരുന്നത്. എന്നാൽ പമ്പിന്റെ പ്രവർത്തനം നിലച്ചതോടെ ജലത്തിൽ മാലിന്യങ്ങളും പായലും കുന്നുകൂടി. കുളത്തിൽ വീണുണ്ടായ അപകടത്തിൽ 2 പേർ മരിച്ചിട്ടുമുണ്ട്. ഏകദേശം 15 അടിയോളം താഴ്ചയുള്ള കുളത്തിന് പെരിനാട് പഞ്ചായത്ത് സംരക്ഷണ വേലി കെട്ടിയിരുന്നു. എന്നാൽ കാലക്രമേണ ഇത് നശിച്ചുപോയി. വേനലവധിക്കാലത്തും സ്കൂൾ വിട്ടുകഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിലും
സമീപങ്ങളിലെ കുട്ടികൾ ഇവിടെ ചൂണ്ടയിടാൻ ഉൾപ്പെടെ എത്തുന്നുണ്ട്. യാതൊരു സംരക്ഷണവുമില്ലാത്ത കുളത്തിന്റെ ചവിട്ടുപടിയിൽ ഇറങ്ങിയിരുന്നാണ് ഇവർ ചൂണ്ടയിടുന്നത്. കാൽവഴുതി കുളത്തിലേക്ക് വീഴാനുള്ള സാധ്യത വളരെയേറെയാണ്. കൊച്ചു പിള്ളേരൊന്നും കുറേ പിള്ളേരൊന്നും മീൻ പിടിക്കുന്നുണ്ട് ഒരുപാട്. കാലത്ത് എത്തി അതിനകത്ത് പോയി കഴിഞ്ഞാൽ എടുക്കാനൊക്കത്തില്ല. അപ്പോൾ ഒരു വേലിയോ എന്തെങ്കിലും വെച്ച് മറിച്ചിടണം. മറിച്ചാലല്ലേ ഒക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ നല്ല കൊച്ചു കൊച്ചു പിള്ളേരെല്ലാം വന്ന് മീൻ എത്തിക്കട നോക്കുന്നതും എത്തിക്കടന്ന് എല്ലായിടത്തും നോക്കുകയെല്ലാം ചെയ്യും. പൊടിക്കൊച്ച് എല്ലായിടത്തും പൊടിക്കൊച്ചുങ്ങളുള്ളതാ. അടുത്തൊരു അംഗനവാടി ഉണ്ട്. വരുന്ന കൊച്ചുകളെല്ലാവരും അങ്ങ് എത്തിക്കടന്നെല്ലാം നോക്കുകയും എടുക്കുകയെല്ലാം ചെയ്യും. വെള്ളം കയറി കിടക്കുമല്ലേ, അല്ലെങ്കിൽ ഒരു എന്തിനും പിടിച്ച് അടയ്ക്കുകയോ എന്തിനും ചെയ്യുക. സമീപ പ്രദേശത്ത് അംഗനവാടിയും ക്ഷേത്രവുമുണ്ട്. ക്ഷേത്രത്തിലേക്കും നിരവധി പേരാണ് എത്തുന്നത്. അതുകൊണ്ട് തന്നെ കുളത്തിന് സംരക്ഷണ വേലി കെട്ടണമെന്ന ആവശ്യവും ശക്തമാണ്. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനം നടന്നു. ശ്രീനാരായണ ഗുരു സാംസ്കാരിക കേന്ദ്രത്തിലാണ് സമ്മേളനം നടത്തിയത്. ഗുണനിലവാരം ഉറപ്പുവരുത്താനും മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും എല്ലാവരും തയ്യാറാകണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത അഡ്വക്കേറ്റ് വിഷ്ണു മോഹൻ MLA പറഞ്ഞു. മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനമാണ് ശ്രീനാരായണ ഗുരു സാംസ്കാരിക കേന്ദ്രത്തിൽ നടത്തിയത്. അഡ്വക്കേറ്റ് വിഷ്ണു മോഹൻ MLA ഉദ്ഘാടനം ചെയ്തു. അതിവേഗം മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന കാലത്ത് ഗുണനിലവാരം ഉറപ്പുവരുത്താനും മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും മെഡിക്കൽ ലാബറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ അംഗങ്ങൾ തയ്യാറാകണമെന്ന് MLA പറഞ്ഞു. കേരളത്തിൽ നാം വൻകിട ആശുപത്രികളായി കരുതിയിരുന്ന ആശുപത്രികൾ ആ രീതിയിൽ പ്രവർത്തിച്ചു വന്നിരുന്നു എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി മേഖലയുമായി യാതൊരു ബന്ധവുമില്ലാതിരുന്ന വൻകിട കോർപ്പറേറ്റുകൾ, ഈ രാജ്യത്തിന് പുറത്തുള്ള ബഹുരാഷ്ട്ര കമ്പനി കുത്തകകൾ ഈ നമ്മുടെ മേഖലയിലേക്ക് ഒളിഞ്ഞും തെളിഞ്ഞും രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. ആ കാലഘട്ടത്തിൽ നമ്മുടെ മെഡിക്കൽ ലബോറട്ടറി ഓണേഴ്സ് അസോസിയേഷൻ നിലവിലുള്ള നിയമങ്ങളുടെ അപാകതയും ബുദ്ധിമുട്ടുകളും ഒക്കെ ചർച്ച ചെയ്യുന്നതിനോടൊപ്പം തന്നെ പരസ്പര സഹകരണത്തോടുകൂടി അവരൊരു ഫ്രാഞ്ചൈസികൾ ആരംഭിക്കുമ്പോൾ നമ്മുടെ അസോസിയേഷനിൽ അംഗങ്ങളായിട്ടുള്ളവർക്ക് ഏറ്റവും അവരെ വെല്ലുവിളിക്കുവാൻ കഴിയുന്ന തരത്തിലുള്ള അത്യാധുനിക സംവിധാനങ്ങളും രോഗനിർണയത്തിൽ വിശ്വാസ്യതയും രോഗനിർണയത്തിൽ അത്യാധുനിക സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായ ഒരു സംഘടിത രൂപത്തിൽ അതിനെ പ്രതിരോധിക്കാൻ സാധിച്ചില്ല എങ്കിൽ ഇത്തരം സമ്മേളനങ്ങൾക്ക് എത്ര നാൾ മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതും നാം ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട്. എത്ര നാൾ നമ്മുടെ അടുത്ത തലമുറയെ കൂടി അല്ലെങ്കിൽ ഈ സംരംഭത്തെ തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകും. കാരണം ഈ കോർപ്പറേറ്റുകളുടെ അവർ എത്ര ആനുകൂല്യങ്ങൾ നൽകി കടന്നു വന്നാലും അതിനെയെല്ലാം അതിജീവിക്കുവാനുള്ള ഒരു സംഘടിതമായ ശാസ്ത്രീയമായ ആധുനികമായ ഒരു കൂട്ടായ്മ നമ്മുടെ ഈ അസോസിയേഷനിൽ ഉണ്ടാകേണ്ടതുണ്ട്. ജില്ലാ പ്രസിഡന്റ് ബിജോയ് വി തോമസ് അധ്യക്ഷത വഹിച്ചു. ഷീജ അഹമ്മദ് കുഞ്ഞ് സ്വാഗതം പറഞ്ഞു. സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രതാപ് വാസു മുഖ്യപ്രഭാഷണം നടത്തി. ജയൻ, വർഗീസ് തങ്കച്ചൻ, തോമസ്, സുദീപ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ആർത്തവ അവധിയുമായി ബന്ധപ്പെട്ട് വിശദമായ ചർച്ച നടത്തി അഭിപ്രായം രൂപീകരിക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. പുതുയുഗത്തിലെ കുട്ടികൾക്ക് ആർത്തവം ഒരു പ്രശ്നമല്ലെന്നും മന്ത്രി പറഞ്ഞു. പൊതു ശൗചാലയങ്ങളുടെ ശോച്യാവസ്ഥ പരിഹരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പെൺകുട്ടികൾ ശാരീരിക ബുദ്ധിമുട്ട് പറഞ്ഞത് ഉൾക്കൊണ്ടാണ് സംസ്ഥാന സർക്കാർ ആർത്തവ അവധി പ്രഖ്യാപനം നടത്തിയതെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. വിശദമായ ചർച്ച നടത്തി അഭിപ്രായം രൂപീകരിക്കും. എന്നാൽ പുതുയുഗത്തിലെ കുട്ടികൾക്ക് ആർത്തവം ഒരു പ്രശ്നമല്ലെന്നും മന്ത്രി പറഞ്ഞു. അതിൽ സംസ്ഥാന ഗവൺമെന്റ് നയം പ്രഖ്യാപിച്ചു. ഗവർണറുടെ നയം പ്രഖ്യാപനത്തിലൂടെ നമുക്കറിയാം ശാരീരികമായ ബുദ്ധിമുട്ടുകൾ പറഞ്ഞതുകൂടി ഉൾക്കൊണ്ടാണ് അത്തരം ഒരു അവധി പ്രഖ്യാപനം നടത്തിയത്. വിശദമായ ചർച്ചകൾ ഇത് സംബന്ധിച്ച് നടത്തി അഭിപ്രായ രൂപീകരണം തീരുമാനം. എന്തായാലും നയം അതാണ്. ബാക്കി കാര്യങ്ങൾ കുഞ്ഞുങ്ങളുടെ പെൺകുട്ടികളുടെ ക്ഷേമമാണ്, വെൽഫെയർ ഓഫ് ഗേൾസ്, അതാണ് നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം. അതുകൊണ്ട് അതനുസരിച്ച് മാത്രമേ നിയമങ്ങൾ പ്രാബല്യം. അല്ല, മിസ്യൂസ് തരത്തിൽ ഇപ്പം ഒരാൾ അവധി എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ എല്ലാത്തിലും IPC 3 ഇപ്പം മാറിയല്ലോ. എല്ലാ വകുപ്പുകളും മിസ്യൂസ് ചെയ്യാൻ സാധ്യതയുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ വകുപ്പില്ലാതാക്കത്തില്ലല്ലോ. നമ്മൾ എല്ലാ രീതിയിലും പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും സുരക്ഷിതത്വത്തിനും ക്ഷേമത്തിനുമാണ് UDF സർക്കാർ മുൻതൂക്കം നൽകുന്നത്. അതിന് അനുസൃതമായ നിയമങ്ങളും നയങ്ങളും ചട്ടങ്ങളുമാണ് സർക്കാർ രൂപീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിലേതെങ്കിലും പോരായ്മകളുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ അതുകൂടി പരിഗണിച്ചുകൊണ്ടായിരിക്കും തീരുമാനമെടുക്കുക.
പൊതു ശൗചാലയങ്ങളുടെ ശോച്യാവസ്ഥ സംബന്ധിച്ച പരാതി സർക്കാർ പരിഹരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ചാരുമൂട്ടിൽ അഗ്നിരക്ഷാ നിലയം സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം നൽകി. AICC SC വിഭാഗം ദേശീയ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് മുത്താര രാജാണ് മന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നിവേദനം നൽകിയത്. ചാരുമൂട്ടിൽ ഫയർ സ്റ്റേഷൻ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടാണ് AICC SC വിഭാഗം ദേശീയ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് മുത്താര രാജ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്ക് നിവേദനം നൽകിയത്. ആവശ്യമായ നടപടികൾ അനുഭാവപൂർവ്വം സ്വീകരിക്കാമെന്ന് ആഭ്യന്തരമന്ത്രി ഉറപ്പു നൽകിയതായി മുത്താര രാജ് പറഞ്ഞു. നിലവിൽ ചാരുമൂട് മേഖലയിൽ തീപിടുത്തമോ മറ്റു ദുരന്തങ്ങളോ ഉണ്ടായാൽ രക്ഷാപ്രവർത്തനത്തിനായി കായംകുളം, മാവേലിക്കര, അടൂർ തുടങ്ങിയ ദൂരസ്ഥലങ്ങളിലെ അഗ്നിരക്ഷാ നിലയങ്ങളെയാണ് ആശ്രയിക്കുന്നത്. അടിയന്തര ഘട്ടങ്ങളിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ചാരുമൂട്ടിൽ അഗ്നിരക്ഷാ സ്റ്റേഷൻ സ്ഥാപിക്കേണ്ടത് അനിവാര്യമാണെന്ന് നിവേദനത്തിൽ ആവശ്യപ്പെടുന്നു. താമരക്കുളം ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് G. വേണുവും മുത്താര രാജിനൊപ്പം ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചാരുമൂട്. ദേശീയപാത 66-ൽ കാവനാട് ആൽത്തറമൂട് മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിച്ചു. അപ്രോച്ച് റോഡിലെ വിള്ളൽ പരിഹരിക്കുന്നതിനായാണ് അറ്റകുറ്റപ്പണി നടത്തുന്നത്. സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിക്കാൻ കരാർ കമ്പനിക്ക് ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. നിർമ്മാണം നടന്നുവരുന്ന ദേശീയപാത 66-ൽ കാവനാട് ആൽത്തറമൂട് മേൽപ്പാലത്തിന്റെ അപ്രോച്ച് റോഡിൽ കണ്ടെത്തിയ വിള്ളൽ പരിഹരിക്കുന്നതിനായാണ് അറ്റകുറ്റപ്പണികൾ നടത്തുന്നത്. ദേശീയപാത അതോറിറ്റിക്കാണ് ചുമതല. കരാർ കമ്പനിക്ക് സമയബന്ധിതമായി പ്രവൃത്തി പൂർത്തിയാക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി. മഴക്കാലം കണക്കിലെടുത്താണ് അടിയന്തര നടപടി. വിള്ളൽ വലുതാകുന്നത് കൂടുതൽ സങ്കീർണതകൾക്ക് ഇടയാക്കും എന്ന് വിലയിരുത്തിയാണ് നടപടികൾ. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത പൊതുജനങ്ങളും സഹകരിക്കണമെന്ന് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലം ബീച്ചിൽ പൊതുജന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ചായിരുന്നു പരിപാടി. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ, കൊയിലോൺ ബ്രാഞ്ചും അസീസിയ ഡെന്റൽ കോളേജും സംയുക്തമായാണ് ബോധവൽക്കരണം നടത്തിയത്. പുകയില വിരുദ്ധ ദിനത്തിന്റെ ഭാഗമായാണ് ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ, കൊയിലോൺ ബ്രാഞ്ചും അസീസിയ ഡെന്റൽ കോളേജും സംയുക്തമായി കൊല്ലം ബീച്ചിൽ പൊതുജന ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. മന്ത്രി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. എത്രത്തോളം മാരകമായി ആരോഗ്യത്തെ ബാധിക്കുന്നു എന്നുള്ളത് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോകത്ത് കണക്കെടുത്താൽ ദിവസം 10,000 പേരെങ്കിലും ഇതുമായി ഉണ്ടാകുന്ന രോഗങ്ങളാൽ മരണമടക്കം സംഭവിക്കുന്നുണ്ട്. 50 ലക്ഷത്തോളം ആളുകൾ വർഷത്തോറും ഇതുമായി ബന്ധപ്പെട്ട് മരിക്കുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. നമ്മൾ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നവർക്ക് ഉണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ച് ഡോക്ടർമാർ കൃത്യമായി നമ്മളെ ബോധവൽക്കരിക്കാറുണ്ട്. സിനിമാ തിയേറ്ററിലൊക്കെ ദൃശ്യങ്ങളിലൂടെ ഒരുപാട് സ്ഥലത്ത് പൊതുജനം കൂടുന്ന എല്ലാ സ്ഥലത്തും കാണിക്കാറുണ്ട്. പക്ഷേ ലോകത്ത് പുകയില പോലെയുള്ള അതുമായി ബന്ധപ്പെട്ട കൃഷി നടത്തി അതിന് വ്യവസായമായി നടത്തുന്ന ആളുകളടക്കം പലയിടത്തുമുണ്ട്. ഈ വിപത്തിന്റെ വേരറക്കുക എന്നുള്ളത് സമൂഹത്തിന്റെയും സർക്കാരിന്റെയും ഉത്തരവാദിത്വമാണ്. ഈ ദിവസത്തെ പുകയില ദിനമായി ആചരിക്കുന്നത് പോലും ഇതിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുവാനും ഒപ്പം ഇതിനെതിരായ കർശന നടപടികൾ എടുക്കുവാൻ സർക്കാരുകളെ പ്രേരിപ്പിക്കുവാനുമാണ്. തീർച്ചയായും കേരളത്തിലെ UDF സർക്കാർ, പുതിയ ശ്രീ VD സതീശൻ സർക്കാർ കർശനമായി ഈ കാര്യത്തിൽ നടപടികളും നിലപാടുകളുമായി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇന്ത്യൻ ഡെന്റൽ അസോസിയേഷൻ അംഗങ്ങൾ ആശ്രാമം ഗ്രൗണ്ടിൽ നിന്ന് കൊല്ലം ബീച്ചിലേക്ക് കാർ റാലി സംഘടിപ്പിച്ചാണ് പുകയില ഉപയോഗത്തിന്റെ ദോഷങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിച്ചത്. എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസും നടത്തി. IDA കൊയിലോൺ ബ്രാഞ്ച് പ്രസിഡന്റ് ഡോക്ടർ നിഷാദ, ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ ജോൺ ഷിബു, CDH കൺവീനർ ഡോക്ടർ അമിത തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. +2 പരീക്ഷയിൽ മുഴുവൻ മാർക്ക് വാങ്ങിയ ദേവനന്ദ S. പിള്ളയെ അനുമോദിച്ചു. C. അജയപ്രസാദ് MLA ആണ് വീട്ടിലെത്തി അനുമോദിച്ചത്. +2 പരീക്ഷയിൽ 1200 മാർക്കും വാങ്ങി നാടിന്റെ അഭിമാനമായി മാറിയ ദേവനന്ദ S. പിള്ളയെയാണ് C. അജയപ്രസാദ് MLA അനുമോദിച്ചത്.
ദേവനന്ദയുടെ ഈ വിജയം നാടിന് അഭിമാനമാണെന്ന് MLA പറഞ്ഞു. ഞാൻ രാവിലെയും മോക്ക് മറ്റൊരു പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ പരിപാടി വെച്ച് ഒരു അനുമോദനം കൊടുത്തു. ഇപ്പോഴും ഞാൻ പറഞ്ഞു, മാർക്ക് ഒരു പരീക്ഷയിൽ ജയിക്കുക എന്ന് പറയുന്നത് ആർക്കും പറ്റുകയാണ്. എന്നാൽ ഫുൾ മാർക്കിൽ 1200 1200 മാർക്ക് വാങ്ങി വിജയിക്കുക എന്ന് പറയുന്നത് എല്ലാവരെയും കൊണ്ട് കഴിയുന്നത്. അതിൻ്റെ പിന്നിലുള്ള അധ്വാനം, അതിൻ്റെ പിന്നിലുള്ള നിശ്ചയദാർഢ്യം, അതിൻ്റെ പിന്നിലുള്ള ഒരു തപസ്യയായി ആ ലക്ഷ്യത്തിലെത്തണം എന്നുള്ള ഒരു ഉറച്ച മനസ്സുമായി കൂടിയിട്ടുള്ള ആ പഠിത്തത്തിൻ്റെയും ഒക്കെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു വിജയത്തിലെത്തുന്നത്. തീർച്ചയായും അങ്ങനെ വിജയത്തിലെത്തുമ്പോൾ അവരെ അഭിനന്ദിക്കുക എന്നുള്ളത് ഈ നാടിൻ്റെയും ഒക്കെ കടമയും ബാധ്യതയുമാണ്. അത് അങ്ങനെ ഒരു വിജയം വരുമ്പോൾ സ്വാഭാവികമായും രക്ഷകർത്താക്കളെ സംബന്ധിച്ച് അച്ഛൻ, അമ്മ, അച്ഛൻ്റെ അമ്മ, അല്ലെങ്കിൽ അമ്മയുടെ അച്ഛൻ, അമ്മയുടെ അമ്മ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ബന്ധങ്ങൾക്കും അതൊരു അഭിമാനത്തിൻ്റെ നിമിഷങ്ങളാണ്. അങ്ങനെ ഈ വീടിൻ്റെ അഭിമാനകരമായ ഒരു അന്തരീക്ഷത്തിൽ എന്തെയും ചെറിയൊരു ആദരം മോക്ക് അർപ്പിക്കുകയാണ്. അഞ്ചലിലെ മുൻ വില്ലേജ് ഓഫീസർ രാകേഷിന്റെയും ആയൂർ അർക്കന്നൂർ ഹൈസ്കൂളിലെ പ്രഥമാധ്യാപിക സരിജയുടെയും മകളാണ് ദേവനന്ദ എസ് പിള്ള. +2 ഹ്യൂമാനിറ്റീസ് വിഷയമാണ് ദേവനന്ദ എടുത്തത്. സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ തയ്യാറെടുക്കുന്ന ദേവനന്ദയ്ക്ക് തുടർ പഠനത്തിനായുള്ള എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നും MLA പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പ്രധാന വാർത്തകൾ വീണ്ടും. മഴക്കാല മുന്നൊരുക്കം. ആലപ്പുഴ ജില്ലയിൽ എല്ലാ താലൂക്കുകളിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ അടിയന്തരമായി സജ്ജമാക്കാൻ മന്ത്രിയുടെ നിർദ്ദേശം. മഴക്കാല പൂർവ്വ ശുചീകരണം ഉടൻ പൂർത്തീകരിക്കണമെന്നും മന്ത്രി M. ലിജു. സംരക്ഷണമില്ലാതെ തണ്ണീർത്തടം നശിക്കുന്നു. പെരിനാട് നെല്ലിപ്പണയിൽ കുളമാണ് മാലിന്യം നിറഞ്ഞ് രോഗഭീഷണി ഉയർത്തുന്നത്. പഞ്ചായത്ത് നിർമ്മിച്ച സംരക്ഷണ വേലി പൂർണ്ണമായും തകർന്നു. ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. കാർ പൂർണ്ണമായും കത്തി നശിച്ചു. കുണ്ടറയിലായിരുന്നു അപകടം. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.